അവളെന്തിനാ അന്വേഷിക്കുന്നത്? കേസ് എന്തെങ്കിലും? മന്ത്രി ഗായത്രി ടീച്ചർ തുളസി ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അതറിയിക്കാനും കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ കൊണ്ടായിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഏട്ടാ, എന്തെങ്കിലും പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഗവൺമെന്റ് സ്റ്റാഫ് മാത്രമാണ്. എന്നോട് സർക്കാർ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യുന്നു. എന്താ, എന്റെ കൂടെ വരില്ലെന്നാണോ? വരാം മാമ. സോറി, വരാം സർ. കേറ്. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. അമ്മ. ജയേട്ടാ, എന്തിനായിരിക്കും മന്ത്രി അവളെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞത്? എനിക്കറിയില്ല. സാധാരണ ഗായത്രി ടീച്ചർ നേരിട്ടാണല്ലോ തുളസിയെ വിളിക്കാറ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്തോ എനിക്ക് പേടി തോന്നുക. മിനിസ്റ്റർ ഓഫീസിലേക്കുള്ള വഴി ഇതല്ലല്ലോ. എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയണ്ട. പക്ഷെ അമ്മയുടെ അച്ഛന്റെ അടുത്ത് മിനിസ്റ്റർ വിളിച്ചിട്ടാണെന്ന് കളവ് പറഞ്ഞത് എന്തിനാന്ന് എനിക്കറിയണം. ഇങ്ങനെ സ്പീഡിൽ പോയാ ആക്സിഡന്റ് ഉറപ്പാ. ഇനി അതാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആശ്വാസായി. അപ്പൊ ലക്ഷ്യം വേറെയാണ്. എങ്ങോട്ടായിരിക്കും പോകുന്നത്? മാമൻ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. നീ ആരെയാ വിളിച്ചോണ്ടിരിക്കുന്നത്? തുളസിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ദൂരെ എവിടെയാണെന്നോ എനിക്ക് തോന്നുന്നത്. മിനിസ്റ്റർ ഓഫീസിൽ കാണും. ഇതിലെന്തോ പ്രശ്നമുണ്ട് ചേട്ടാ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പ്രസയുടെ കൂടെയല്ലേ തുളസി പോയിരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ആശ്വസിക്കാൻ കഴിയുന്നില്ല. ജയേട്ടൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചേ. എന്നിട്ട് ഏട്ടനും തുളസിയും അവിടെ എത്തിയോന്നൊന്ന് ചോദിക്കും. അവിടെ എത്തിയെന്നറിഞ്ഞ മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. എന്റെ പ്രിയ, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ടെൻഷനാവാൻ തുടങ്ങിയാ ജീവിക്കാൻ കഴിയില്ല. എന്റെ പൊന്ന് ജയേട്ട, എനിക്കിപ്പോ ഇങ്ങനെ പൊതുതത്വം ഉപദേശം കേൾക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ചേട്ടൻ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം മന്ത്രിയുടെ ഓഫീസിലേക്ക്. വേണ്ട. ഹലോ, മിനിസ്റ്റർ ഉണ്ടോ അവിടെ? ആ, ശരി. എന്താ ചേട്ടാ? അത് മിനിസ്റ്റർ ഇപ്പൊ സ്ഥലത്തില്ല, വിദേശത്താണെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്തോ കള്ളത്തരുണ്ടെന്ന്. ഈശ്വര, എന്റെ തുളസി മോള്, അവൾക്കൊരാപത്തും വരാതിരുന്നാ മതിയായിരുന്നു. ചേട്ടാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാലോ? നീ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? പ്രസ ആരാ നീ മറന്നുപോയോ? നിന്റെ സഹോദരനാ.
പോരാത്തതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരാൾ നമ്മുടെ മകളുമായി കടന്നു കളഞ്ഞെന്നാണോ നമ്മൾ പരാതി കൊടുക്കേണ്ടത്? മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്ക്. തുളസിയുടെ ആരാ പ്രസാദ്? സ്വന്തം അച്ഛൻ. അച്ഛനൊപ്പം മകള് പോകുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഏട്ടൻ തുളസിയുടെ അച്ഛനാണെന്നുള്ളത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമല്ലേ? ഏട്ടന് തുളസിക്കും അത് അറിയില്ലല്ലോ. ഏട്ടന്റെ മുന്നിൽ സ്വന്തം മകനാണ് ആദിത്യൻ. അവന്റെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്ന പെണ്ണാണ് തുളസി. ഇതൊക്കെ വെറും ഭാവന മാത്രമാണ്. ഏത് കാര്യത്തിലും ഇതുപോലെ നമുക്ക് ഭാവനകൾ മെനയാം. അങ്ങനെ ചിന്തിച്ച് 1000 കഥകളും ഉണ്ടാക്കാം. അതൊന്നും യാഥാർത്ഥ്യമല്ല, വെറും കഥകൾ മാത്രമാണ്. ജയേട്ട, പ്രസാദേട്ടൻ ഒരു മനുഷ്യന്. ചില നേരത്ത് എത്ര വലിയ സ്ഥാനത്തുള്ളവരും വളരെ ചെറിയ മനസ്സുള്ള മനുഷ്യരായി മാറും. കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള പ്രസാദേട്ടന്റെ പെരുമാറ്റം ഒന്ന് ഓർത്തു നോക്കി. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആളാണോ പ്രസാദേട്ടൻ ഇപ്പോ? എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? എന്നോട് മുൻപ് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ഇപ്പൊ എങ്ങനെയാ? മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ ഇത്ര പേടിയുണ്ടാവുന്നത്. തുളസിയെ പ്രസയ്ക്ക് വലിയ ഇഷ്ടമാണ്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരില എന്നോടും തന്നോടും അകൽച്ച കാണിക്കുന്നത്. നമുക്കൊന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് എന്താ ഒരു കുഴപ്പം? എവിടെയാണെന്ന് അറിയാലോ. ഞാൻ എങ്ങനെ അന്വേഷിച്ചാലും അത് പ്രസയെ അറിയും. അപ്പോഴെന്താ പ്രസ കരുതുക? നമ്മൾ പ്രസയെ അവിശ്വസിക്കുന്നു എന്നാവില്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതോടെ പ്രസയുടെ വഴക്കം വർദ്ധിക്കും. ചിലപ്പോ ഇനി ഒരിക്കലും ചേരാത്തവണ്ണം അകന്നു പോയെന്നും ഇരിക്കും. അത് വേണോ? പിന്നെ നമ്മുടെ തുളസി മോള്, അവളെന്താ ഒരു കഴിവില്ലാത്ത കൊച്ചുകുട്ടിയാണോ? ഏത് സാഹചര്യത്തെ നേരിടാനോ അപകടം മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. മക്കളുടെ സുരക്ഷിതത്വം നോക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയ, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. സ്വന്തം സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ള ജന്മസിദ്ധമായ ഒരു ഉൾവിളിയാണത്. രക്തം രക്തത്തെ തിരിച്ചറിയും എന്നൊക്കെ പറയാറില്ലേ? അതുപോലെയാണ് ഇതും. സ്വന്തം മകളോടൊപ്പമുള്ള പ്രസയുടെ ഈ യാത്ര ഒരു പുതിയ തുടക്കമായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയാണുള്ളത്. ഇറങ്ങ വാ. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണ്ടേ? അതിനുവേണ്ടി കൊണ്ടുവന്ന നിന്നെ ഞാനിവിടെ. ഇത് നീ എപ്പോഴും കുറ്റപ്പെടുത്താറില്ലേ നിന്റെ ആദിയുടെയും കുഞ്ഞു മനസ്സില് സ്നേഹവും മോഹവും നൽകിയത് ഈ മാമനാണെന്ന്? എന്നിട്ട് ഒടുക്കം നിങ്ങളെ ഒരുമിക്കാൻ സമ്മതിക്കാതെ എല്ലാം തല്ലി തകർത്തവനാണ് ഈ പ്രസാദ് മാമനെന്ന്. മാമന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് നീയും നിന്റെ അമ്മയും അച്ഛനും ആദിയും, എന്തിന് മുത്തശ്ശി വരെ എന്നെ ശപിച്ചിട്ടുണ്ടാവും. നീയും ആദിയുമായിട്ടുള്ള വിവാഹം ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. അതിനൊരു കാരണമുണ്ട്. പലരും ചോദിച്ചിട്ടും ഞാൻ തുറന്നു പറയാൻ മടിച്ച ആ കാരണം അത് പറയേണ്ട ഞാനല്ല. വാ, ഇപ്പൊ ഈ നിമിഷം തീർത്തു തരാം നിന്റെ എല്ലാ സംശയങ്ങളും. മാമ, കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും കേട്ട് മടുത്തു. ആര് ശപിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഈ ഒരു കാരണത്തിന് വേണ്ടി തീയിൽ വെന്ത് ഉരുകേണ്ടി വന്നാലും ഞാൻ അപ്പോഴും പറയും, നീയും ആദ്യമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന്. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങ. ആഗമന ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. തുളസിക്ക് എല്ലാ സത്യങ്ങളും അറിയണം. തിരുമേനി തന്നെ ആ സത്യം ഇവളോട് പറയണം. അതുകൊണ്ടാ ഞാൻ ഇവളെയും കൂട്ടി വന്നത്.
എന്ത് സത്യം? തുളസിക്കും ആദിക്കും എന്റെ അമ്മയ്ക്കും സഹോദരിക്കൊക്കെ ഇടയിൽ ഞാൻ തോറ്റുപോവുക. എനിക്ക് ഇനിയും ഇതിങ്ങനെ മനസ്സുകൊണ്ട് നടക്കാൻ വയ്യ. പ്രസാദ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അത് തന്നെ, ഇവളും ആദ്യമായിട്ടുള്ള വിവാഹം. അത് അന്ന് ഇവരുടെ ജാതക പൊരുത്തം നോക്കിയ തിരുമേനി 10ൽ 10 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. പക്ഷേ എല്ലാവരെയും മാറ്റി നിർത്തി തിരുമേനി എന്നോടും ദുർഗയോടായിട്ട് ഒരു രഹസ്യം പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ആദി തുളസിമോളെ വിവാഹം കഴിച്ചാലുണ്ടാവാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച്. അതെ. അതെന്താണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് തിരുമേനി തന്നെ ആ രഹസ്യം തുളസിമോളോട് പറയണം. ആദി തുളസിയെ വിവാഹം ചെയ്യാൻ പാടില്ല. വിധി നിങ്ങൾക്ക് അനുകൂലമല്ല. അതെന്താണെന്ന് വ്യക്തമാക്കണം. വ്യക്തമാക്കാം. ആദിയും തുളസിയുമായുള്ള വിവാഹം നടക്കുന്നതോടെ ഒരു മരണം അത് സുനിശ്ചിതമാണ്. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം അത് സംഭവിക്കും. ഒരകാല മൃത്യു. നക്ഷത്രവിധി പ്രകാരം ഇവർ ഒന്നിച്ചാൽ വധുവിന്റെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. വിധിയെ മറികടന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അമ്മയുടെ ജീവനേക്കാൾ വലുതാണ് ആദിമത്തുള്ള ജീവിതമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. എനിക്കെന്റെ പ്രിയെ എന്നും ജീവനോടെ കാണണം. മറ്റൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് മാത്രമാ മോളെ നീയും ആദ്യമായിട്ടുള്ള വിവാഹത്തിന് ഈ മാമൻ തടസ്സം നിന്ന്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണോ. ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ എന്റെ അനിയത്തെ സ്നേഹിച്ചുപോയി. ആ കുറ്റത്തിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. ആദിക്ക് നിനക്ക് മോഹം തന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ദുഷ്ടനാ ഞാൻ. പ്രസാദ് ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല. തുളസിയും ആദിയും ആരും കുറ്റക്കാരല്ല. വിധിയുടെ വിളയാട്ടമാണെല്ലാം. ആ വിളയാട്ടത്തിൽ ഉഴുതുമറിക്കപ്പെട്ട പാവം ജീവികളാണ് നമ്മളെല്ലാവരും. പ്രതിവിധിയില്ലാത്ത കാര്യമാണ്. ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിൽ ഞാനത് ചെയ്തേനെ. അങ്ങനെയെങ്കിലും നിന്നെ ആദ്യം ഞാൻ ഒരുമിപ്പിക്കുമായിരുന്നു. പറഞ്ഞല്ലോ, ആദി തുളസി വിവാഹം ചെയ്യുന്നതിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ശാസ്ത്രവിധി പ്രകാരം വിവാഹം കഴിഞ്ഞ 3-ാം നാൾ തുളസിയുടെ അമ്മയ്ക്ക് മരണം സംഭവിക്കും. ഞാൻ ഇത്രയും കാലം സ്വായത്തമാക്കിയ ജ്യോതിഷവിധി പ്രകാരം ഈ പ്രസ്താവന പിഴക്കില്ല. അവള് വല്ലാതെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചെല്ലട്ടെ. പ്രസാദേട്ടാ, പ്രസാദേട്ടൻ ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ ഇവിടെങ്ങും. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ ചേച്ചി, നീ പ്രസാദേട്ടനെ കണ്ടോ? ഇല്ല, പറയാതെ എവിടെയും പോവില്ല. ചേച്ചി ഫോൺ ചെയ്ത് നോക്കിയോ? ഞാൻ നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. രാത്രി മുതലേ സാറ് നല്ല ടെൻഷനിലായിരുന്നു. ആ ചേച്ചി കിണറ്റിൽ നോക്കിയോ? അതല്ല, കുന്തം പോയ കുടത്തിലും നോക്കണമെന്നാണല്ലോ. ആ ഇനിയിപ്പോ എന്തെങ്കിലും അർജന്റ് ഡ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി ആണെങ്കിലും പറയാതെ പോവില്ല. സാർ
അതായിരിക്കും. നീ ചെല്ല്. തിരുമേനി. കനകദുർഗ വീട്ടിലാണോ? അതെ. ഇവിടെ പ്രസാദ് വന്നിരുന്നു. പ്രസാദേട്ടൻ എന്തിന്? കൂടെ അവളുമുണ്ടായിരുന്നു, തുളസി. എന്തിനാ തിരുമേനി പ്രസാദേട്ടൻ തുളസിയായിട്ട് അവിടെ വന്നത്? സത്യമറിയാൻ. എന്നിട്ട് സത്യം ഞാൻ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. എല്ലാം തുറന്നു പറയേണ്ടി വന്നോ? എന്റെ നിലനിൽപ്പിന് മുകളിൽ ഞാൻ കുഴിവെട്ടുവോ? കനകദുർഗ വിഷമിക്കണ്ട. എന്തുകൊണ്ട് പ്രസാദ് തുളസിയുടെയും ആദിയുടെയും വിവാഹം നടത്തിക്കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിരുന്നു പ്രസാദിനെ തുളസിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നത്. ആ ഉത്തരം ഞാൻ തുളസിക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരുമേനി എന്താ തുളസിയോട് പറഞ്ഞത്? നമ്മൾ ഇത്ര കാലം എന്താണോ പ്രസാദിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് അത് തന്നെ. ആദിയും തുളസിയുമായുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിന്റെ 3-ാം നാൾ തുളസിയുടെ അമ്മ, അതായത് പ്രിയ, മരണപ്പെടുമെന്ന കള്ളപ്രവചനം. പക്ഷേ തിരുമേനി, തനിക്കിനി എന്തിനാ ടെൻഷൻ? പ്രസാദേട്ടനെ പോലെ അല്ല തുളസി. അവൾ അടങ്ങിയിരിക്കില്ല. അവള് സത്യം അന്വേഷിക്കാൻ ചിലപ്പോ ഇറങ്ങിയെന്ന് വരും. അന്വേഷിക്കട്ടെ. ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ രാജവർമ്മയുടെ പ്രവചനം തള്ളിക്കളയാൻ മറ്റൊരു പണ്ഡിതനും വരില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ദുർഗ സമാധാനമായിരിക്കും. ഞാൻ പറഞ്ഞത് മുഴുവനും തുളസി വിശ്വസിച്ചിട്ടുണ്ട്. ആ മുഖത്തു നിന്നും അത് വായിച്ചെടുക്കാൻ എളുപ്പവുമായിരുന്നു. ഞാൻ വിശ്വസിച്ചോട്ടെ? തീർച്ചയായും. ഇനിയൊരിക്കലും തുളസി ആദിയെ വിവാഹം ചെയ്യാൻ നിർബന്ധിക്കില്ല. എത്രമാത്രം അവൾ അവനോട് അടുത്ത് കഴിഞ്ഞിരുന്നുവോ അതിന്റെ 100 ഇരട്ടി തുളസി അകലും. അകലണം. അവൾ എന്നേക്കുമായിട്ട് ആദ്യം ഉപേക്ഷിക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞു. പ്രിയ, എത്ര പറഞ്ഞിട്ട് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്തിനാ? അവരിങ്ങ് വന്നോളും. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അല്ല, ഞാൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത്? വെറുതെയോ? നിന്നെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തായിരുന്നോ? മാമൻ എന്നെ അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? ഈ കണ്ണ് കണ്ടാൽ അറിയാൻ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന്. ആര് പറഞ്ഞു ഞാൻ കരഞ്ഞൂന്ന്? മുഖലക്ഷണം പറയാനുള്ള കഴിവൊന്നും എന്റെ അമ്മയ്ക്കില്ല, അല്ല അച്ഛാ?
മോള് മാമന്റെ ഒപ്പം പോയപ്പോ മുതല് ഇവിടെ എന്തൊരു ബഹളമായിരുന്നു എന്നറിയാമോ? തീവ്രവാദികൾ മോളെ തട്ടിക്കൊണ്ടുപോയെന്ന മട്ടിലായിരുന്നു ഇവള് പറഞ്ഞോണ്ടിരുന്നത്. ആണോ അമ്മേ? നിങ്ങൾ രണ്ടാളും എവിടേക്ക് പോയത്? ആ, അത് മന്ത്രിയുടെ ഓഫീസില്. നുണ പറയണ്ട. മന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ല നിങ്ങൾ പോയത്, വേറെ എവിടേക്കുവാ. മന്ത്രി അവിടെയില്ലെന്നും കാനഡയിൽ പോയിരിക്കുകയാണെന്നും ഞങ്ങൾ അറിഞ്ഞു.